ഇറാനും ഇസ്രയേലും യുദ്ധം ആരംഭിച്ചത് മുതൽ ഇന്നലെ രാത്രി ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായ മിസൈൽ ആക്രമണം എന്ന് പറയുന്നത് ഈ അടുത്ത കാലത്തൊന്നും ഇസ്രയേൽ ഫേസ് ചെയ്തിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണ പരമ്പരയായിരുന്നു ഇസ്രയേലിൽ ഉടനീളം നടന്നത് എന്നുള്ളതാണ്. ഇന്റർനാഷണൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ ഇസ്രയേലിൽ ഉടനീളം ഹൈഫയിലും തെല്ലവീവിലും നിരവധി മിസൈൽ ആക്രമണങ്ങൾ അയച്ചുവിട്ടു എന്നുള്ളതാണ്. ഇസ്രയേലി മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരമാണെങ്കിൽ 10 പേർ മരണപ്പെടുകയും നിരവധി 200-ൽ പരം ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്തു എന്നുള്ളതാണ്. ആദ്യം 20ഓളം ആളുകളെ കാണാനില്ല എന്ന് പോലും പറഞ്ഞു. അതായത് ഒരു വലിയ ദുരന്തം തന്നെ സംഭവിച്ചതുപോലെ. അതായത് ഇസ്രയേലി മാധ്യമങ്ങൾ നമുക്കറിയാം പലപ്പോഴും ഇസ്രയേൽ ഗവൺമെന്റ് അവരുടെ പരിക്കുകളെ മൂടിവെക്കാൻ ശ്രമിക്കുന്ന ഒരു സംവിധാനമാണ് അവിടെയുള്ളത്. തീർച്ചയായും 10 പേർ മരണപ്പെട്ടു എന്ന് ഇസ്രയേൽ സമ്മതിക്കുമ്പോൾ തന്നെ 200ഓളം പേർക്ക് പരിക്കുണ്ടെന്ന് പറയുമ്പോഴും 10ഓളം പേരെ കാണാനില്ലെന്ന് പറയുമ്പോഴും അതിൻ്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അവർ ഇന്ന് വരെ ഈ അടുത്ത കാലത്തൊന്നും ഫേസ് ചെയ്തിട്ടില്ലാത്ത അനുഭവിച്ചിട്ടില്ലാത്ത ഒരു ആക്രമണ പരമ്പരയായിരുന്നു ഈ ഇറാനിൽ നിന്ന് വന്ന മിസൈലുകൾ അവിടെ നടത്തിവെച്ചത്. 100-ൽ പരം ഡ്രോണുകളെ അയക്കുകയും അതിനുശേഷം മിസൈലുകളെ കൊണ്ട് അതായത് ലോകോത്തര ഡിഫൻസ് സിസ്റ്റം വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രയേലിൽ ഉള്ളപ്പോൾ തന്നെയും അമേരിക്കയും ഇസ്രയേലും കൂട്ടായി നിന്നുകൊണ്ട് ഇറാനിയൻ മിസൈലുകളെ തടുക്കാൻ ശ്രമിക്കുമ്പോഴും അതൊന്നും കഴിയാതെ ഈ അവരുടെ ഡിഫൻസ് സിസ്റ്റത്തെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇറാനിയൻ മിസൈലുകൾ ഈ തെല്ലവീവിലും അതുപോലെ ഹൈഫയിലും പതിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇക്കഴിഞ്ഞ രാത്രി നടന്ന ആക്രമണത്തിൽ അവിടെയുള്ള സാധാരണക്കാരായ റെസിഡൻഷ്യൽ ഏരിയകളിലും അതുപോലെ തന്നെ ഇസ്രയേൽ തിരിച്ച് അവരുടെ എണ്ണപ്പാടങ്ങളെ ആക്രമിച്ചപ്പോൾ ഇസ്രയേലിലെ എണ്ണ ശേഖരത്തെ ആക്രമിക്കുവാനും ഇറാൻ തയ്യാറെടുത്തു എന്നുള്ളതാണ്. ഇസ്രയേലിൽ ഉടനീളം ഇറാന്റെ മിസൈലുകൾ ഇന്റർസെപ്റ്റ് ചെയ്തതും അതുപോലെ പതിച്ചുകൊണ്ട് സ്ഫോടനമുണ്ടായപ്പോഴും ഉണ്ടായ വലിയ പുക തന്നെയായിരുന്നു തെല്ലവീവിലും പരിസര പ്രദേശങ്ങളിലും എന്ന് ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നു. അതായത് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് ഇസ്രയേൽ ഇറാനെ വളരെ ശക്തമായ രീതിയിൽ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും ഈ ഭീകരരാഷ്ട്രം ഇന്ന് വരെ ഫേസ് ചെയ്തിട്ടില്ലാത്ത അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊന്നും അവർ അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിലുള്ള ആക്രമണ പരമ്പരയാണ് 100-ൽ പരം മിസൈലുകൾ കൊണ്ട് ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാഖിൻ്റെയും ജോർദാന്റെയും മുകളിലൂടെ വ്യോമമേഖല ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ആക്രമണങ്ങൾ എത്ര കണ്ട് ഇറാനെ ആ സ്ഥലം അവർ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇസ്രയേലിലെ IDF ആസ്ഥാനങ്ങളും അതുപോലെ എണ്ണശേഖരണ കേന്ദ്രങ്ങളും അതുപോലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ അവർ ഉദ്ദേശിച്ചതുപോലെ ടാർഗറ്റ് ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇറാനിയൻ മിസൈലുകളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഏതായാലും നമുക്കറിയാം ഉർദുഗാൻ ആരോപിച്ചതുപോലെ ഈ ഇപ്പോൾ ഇറാന്റെ മേൽ കടന്നു കയറിക്കൊണ്ട് ഈ ആക്രമണം നടത്തുന്നത് ഗാസയിൽ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്നു തീർക്കുന്നത് മറച്ചുവെക്കാൻ വേണ്ടിയാണെന്നാണ് ഉർദുഗാൻ, തുർക്കിയുടെ പ്രസിഡന്റ് ഉർദുഗാൻ ഇപ്പോൾ ആരോപിച്ചിരിക്കുന്നത്. ഈ ഭീകരരാഷ്ട്രം നമുക്കറിയാം ഈ അടുത്ത കാലത്തായി അവർ ചെയ്തു കൂട്ടുന്ന പ്രവർത്തനങ്ങൾ വളരെ ക്രൂരവും ഒരു മനുഷ്യനും അല്ലെങ്കിൽ ഒരു രാജ്യവും ഒരു UN അംഗീകരിച്ച രാജ്യവും ചെയ്തു കൂട്ടുന്നത് പോലെയല്ല അവരുടെ പ്രവർത്തനങ്ങൾ. ഈ നെതന്യാഹു എന്ന ഭീകര പ്രധാനമന്ത്രി കയറിയിരുന്നു കൊണ്ട് ഈ ഭീകരരാഷ്ട്രം ഇപ്പോൾ ലോകത്ത് ചെയ്യുന്നത് എല്ലാ അന്തർദേശീയ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള ആ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഗാസയിലും ലബനാനിലും മറ്റുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാനെ തന്നെ യാതൊരു പ്രകോപനവും കൂടാതെയാണ് കഴിഞ്ഞ ദിവസം കയറിയടിച്ചത്. അമേരിക്ക പോലും അവരോട് ചർച്ചയാവാം, അവരുടെ ന്യൂക്ലിയർ പ്രോഗ്രാമുകളെ പറ്റി അമേരിക്ക അവരുമായി ഒരു എഗ്രിമെന്റിൽ എത്തുകയും അവരോട് ചർച്ച ചെയ്ത് അത്തരത്തിലൊരു കരാറിൽ എത്തുകയാണ് വേണ്ടതെന്ന് പറയുന്നതിനിടക്ക് പോലും ഇസ്രയേൽ കയറി അങ്ങോട്ട് ആക്രമിക്കുകയാണ്. ഒരുപക്ഷെ അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ പോലും ഈ ആക്രമണത്തോടു കൂടി ഒമാനിൽ നടക്കാനിരുന്ന അമേരിക്ക ഇറാൻ ചർച്ച ഇറാൻ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരത്തിൽ എണ്ണപ്പാടങ്ങളെ ഇനിയും ആക്രമിക്കുകയും ഇറാനെതിരെ ഇത്തരത്തിൽ കടന്നു കയറിക്കൊണ്ടുള്ള ഒരു ആക്രമണ പരമ്പര ഇനിയും ഇസ്രയേൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവർ ഇന്നേ വരെ കാണാത്ത പ്രത്യാഘാതങ്ങൾ അനുഭവിക്കേണ്ടി വരുമെന്നാണ് ഇറാന്റെ ഭാഗത്ത് നിന്ന് ഇറാൻ പ്രസിഡന്റും അതുപോലെ ഇറാന്റെ പരമോന്നത നേതാവായ ആയത്തുള്ള അലി ഖമേനിയും ഒക്കെ ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. ഇത്തരത്തിൽ
ആക്രമണം ഇനിയും തുടർന്നാൽ ഹോർമുസ് കടലിടുക്ക് അടക്കുമെന്നും അങ്ങനെ പേർഷ്യൻ ഗൾഫിലേക്കുള്ള എല്ലാ വ്യാപാര പ്രത്യേകിച്ച് എണ്ണ വ്യാപാരവും ഒക്കെ നിൽക്കുമെന്നും അത് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കുമെന്നുമൊക്കെ ഇറാൻ മുന്നറിയിപ്പ് നൽകുകയാണ്. നമുക്കറിയാം ഇക്കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഗാസയോടും അതുപോലെ ലബനാനോടും ഒക്കെ ഏറ്റുമുട്ടുന്നത് പോലെ ലബനാനോടും ഗാസയിലെ ഹമാസ് എന്ന സംഘടനയോടും ഒക്കെ ഏറ്റുമുട്ടുമ്പോൾ സ്വാഭാവികമായി ഇസ്രയേലിന് വലിയ മേൽക്കൈമ ഉണ്ടാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഇവരൊക്കെ സ്വന്തമായി യുദ്ധവിമാനങ്ങൾ ഉള്ളവരോ, ലബനാനിന് സ്വന്തമായി യുദ്ധവിമാനമില്ല, അതുപോലെ അവിടെയുള്ള മിലിറ്ററി തന്നെ ഈ ഈ ഇസ്രയേലിന്റെ ഉപരോധത്തിൽ നിന്നുകൊണ്ട് അവർക്ക് കൃത്യമായി ഒരു മറ്റു രാജ്യങ്ങൾക്കുള്ളതുപോലെ ആയുധങ്ങൾ ലഭ്യമാകുകയോ ചെയ്യുന്ന ഒരു രാജ്യമല്ല. അതുപോലെ ഒരു രാജ്യമായി തന്നെ അംഗീകരിക്കാത്ത ഫലസ്തീൻ ജനത അവിടുത്തെ ഹമാസ് എന്ന സംഘടനയോട് ഏറ്റുമുട്ടുവാനും ഒക്കെ വളരെ എളുപ്പമാണ്. അവർ ചുരുങ്ങിയത് ഒരു ചെറിയ റോക്കറ്റോ മറ്റോ അയച്ചു കളഞ്ഞാൽ അത് ഇവിടെ അയൺ ഡോം തടുക്കുകയും ചെയ്യും. ഇത്തരത്തിൽ അവർക്ക് അവരുടെ ശത്രുക്കളിൽ നിന്ന് കാര്യമായ ആക്രമണങ്ങളൊന്നും നേരിടേണ്ടി വരാത്ത യുദ്ധങ്ങളെയാണ് ഇക്കാലം എത്രയും ഇസ്രയേൽ ഫേസ് ചെയ്തതെങ്കിൽ, അല്ലെങ്കിൽ ഈ അടുത്ത കാലത്തൊക്കെ ഇസ്രയേൽ ഫേസ് ചെയ്തതെങ്കിൽ, ഇറാൻ എന്ന് പറയുന്നത് ലോകത്തെ വൻ ശക്തികളിൽ എണ്ണപ്പെടാൻ പറ്റുന്ന ഒരു രാജ്യമാണെന്ന നിലക്ക് കിലോമീറ്ററുകൾ അപ്പുറത്ത് നിന്ന് നൂറുകണക്കിന് ഡ്രോണുകളും മിസൈലുകളും അയച്ചുകൊണ്ടുള്ള ഇറാന്റെ ആക്രമണം ഈ അടുത്ത കാലത്തൊന്നും ഇസ്രയേലിൽ അനുഭവിക്കാത്ത രീതിയിലുള്ള നാശനഷ്ടങ്ങളാണ് അവിടെ വരുത്തി വെച്ചിട്ടുള്ളത്. നമുക്കറിയാം ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യത്ത് അവർ ബങ്കർ സിസ്റ്റം ഉള്ള ഒരു രാജ്യമാണ്. അവിടെ എപ്പോഴും ഈ ആക്രമണങ്ങൾ നടക്കുമ്പോൾ ആളുകൾ മരണപ്പെടാതിരിക്കുവാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ആക്രമണങ്ങളുടെ മുന്നറിയിപ്പുകൾ ലഭിക്കുമ്പോൾ തന്നെ ഇവർ ലക്ഷക്കണക്കിന് വരുന്ന ഇസ്രയേലി പൗരന്മാരും അതുപോലെ അവിടുത്തെ പ്രതിനിധികളും മറ്റുമൊക്കെ ബങ്കറുകളിലേക്ക് ഓടി ഒളിക്കുകയും അവിടെ നിന്ന് ഇറങ്ങാത്ത ഒരു അവസ്ഥയുള്ളത് കൊണ്ട്, ഈ ബങ്കർ സിസ്റ്റം ഉള്ളത് കൊണ്ടാണ് ആളുകൾ കൂടുതൽ മരിക്കാത്തത്. എന്നാൽ ഈ ബങ്കർ സിസ്റ്റമൊക്കെ ഈ അവിടെ ഒളിക്കുകയും ആളുകൾ അങ്ങനെ തങ്ങുകയൊക്കെ ചെയ്തതിന് പുറമെ പോലും ഇത്തരത്തിൽ 10ൽ പരം ആളുകൾ ഒരു ആക്രമണത്തിൽ മണിക്കൂറുകൾ നീണ്ട ഒരു ആക്രമണ പരമ്പരയിൽ മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ആഘാതം എത്രയാണ്, അതിൻ്റെ പ്രത്യാഘാതം എത്രയാണ് എന്ന് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ തന്നെ ഈ മരണസംഖ്യ അതുപോലെ അപകട സംഖ്യയൊക്കെ ഇപ്പോൾ 200ഓളം ആളുകൾക്ക് ഇസ്രയേലിൽ പരിക്ക് പറ്റി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി 500ൽ പരം ആളുകൾക്ക് പരിക്ക് പറ്റിയിട്ടുണ്ടാകുമെന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. കാരണം അവരുടെ പരിക്കിൻ്റെയും അവരുടെ മരണത്തിൻ്റെയും മറ്റു കണക്കുകൾ എപ്പോഴും തെറ്റിച്ചുകൊണ്ട് പുറത്തുവിടുന്ന, അത് വലുതാക്കി കാണിക്കാതെ, അല്ലെങ്കിൽ അവിടെ എന്താണോ കൃത്യമായി നടന്നത് അത് മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാതെ എല്ലാം ഒളിപ്പിച്ചു വെക്കുന്ന ഒരു സംവിധാനമാണ് നെതന്യാഹു ഭരണകൂടത്തിൻ്റെത് എന്ന് പറയേണ്ടതില്ലല്ലോ. ഇത് നമുക്കറിയാം ഇന്റർനാഷണൽ മാധ്യമങ്ങൾ, അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങൾ അവിടെയുള്ള എല്ലാ വിഷയങ്ങളും തുറന്നു കാട്ടുന്നത് കൊണ്ട് തന്നെ ഇസ്രയേലിലും അതുപോലെ അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇപ്പോൾ ഈ അൽ ജസീറ പോലെയുള്ള മാധ്യമങ്ങളെ നിരോധിച്ചിരിക്കുകയാണ്. ഈ ഗാസ യുദ്ധം ആരംഭിച്ചത് മുതൽ അവിടെ ഉണ്ടാകുന്ന അവരുടെ നാശനഷ്ടങ്ങളും അതുപോലെ മറ്റു കണക്കു വിവരങ്ങളും കൃത്യമായി അൽ ജസീറ ലോകത്തിന് മുന്നിൽ എത്തിക്കുന്നത് കൊണ്ട് തന്നെയാണ് അൽ ജസീറയെ അവർ നിരോധിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത് അവരുടെ കൃത്യമായ കണക്ക് ഒരിക്കലും പുറത്തുവിടില്ല. നമുക്കറിയാം ഇക്കഴിഞ്ഞ അർദ്ധരാത്രി അവർക്ക് ലഭിച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസം ലഭിച്ചതിനേക്കാൾ കൂടുതൽ പ്രത്യാഘാതമുള്ള ആക്രമണമാണെന്ന് തന്നെ പറയേണ്ടി വരും. തെല്ലവീവിലും ഹൈഫയിലും ഉടനീളം ആക്രമണ പരമ്പരയായിരുന്നു. ദ ടൈംസ് ഓഫ് ഇസ്രയേൽ തന്നെ ഇന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് എ വെരി സാഡ് ആൻഡ് ഡിഫിക്കൽട്ട് മോർണിംഗ് എന്നാണ്. നമുക്കറിയാം 10 ആളുകൾ മരിക്കുകയും 200ഓളം ആളുകൾക്ക് പരിക്ക് പറ്റുകയും ചെയ്ത ഒരു മിസൈൽ ആക്രമണം ഈ അടുത്ത കാലത്തൊന്നും ഇസ്രയേൽ ഫേസ് ചെയ്തിട്ടില്ല. ഇനിയും ഇത്തരത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്ത് നിന്ന് പ്രകോപനം ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങളുടെ തിരിച്ചടി ഇതിലും ശക്തമാകും എന്ന് തന്നെയാണ് ഇറാന്റെ ഭാഗത്തുനിന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടാകുന്നത്. ഏതായാലും ഇത്തരത്തിൽ എണ്ണപ്പാടങ്ങൾക്ക് നേരെയുള്ള ആക്രമണവും മറ്റുമൊക്കെ നമ്മെ ഓരോരുത്തരെയും ബാധിക്കുവാൻ സാധ്യതയുണ്ട്. അവർ ഹോർമുസ് കടലിടുക്ക് അടക്കുകയും മറ്റുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് ഇന്ത്യയിലേക്കുള്ള എണ്ണ വ്യാപാരത്തെയും ഇന്ത്യയിൽ നിന്ന് പോകുന്ന എണ്ണ വ്യാപാരത്തെയും മറ്റുമൊക്കെ ബാധിക്കുകയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ അടുക്കളയിൽ വരെ ഈ ഒരു സംഭവ വികാസം ബാധിക്കുന്ന രീതിയിലേക്ക് ഈ
ഒരു യുദ്ധം വ്യാപിക്കാൻ സാധ്യതയുണ്ട്. അതിനു മുമ്പ് ഇതിനൊരു പ്രശ്നപരിഹാരം ലോക നേതാക്കൾ ഇടപെട്ടുകൊണ്ട് നടത്തട്ടെ എന്ന് തന്നെ പ്രത്യാശിക്കുന്നു. തൽക്കാലം നമുക്ക് വീണ്ടും കാണാം.